ദുരൂഹ സാഹചര്യത്തിൽ 18-കാരിയായ വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. മേലില കിണറ്റിൻകര ദീപാസദനത്തിൽ പരേതനായ ഉണ്ണികൃഷ്ണന്റെ മകൾ സനികയാണ് മരിച്ചത്. അട്ടക്കുളങ്ങര പോളിടെക്നിക്കിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. കുന്നിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ പുഷ്പയാണ് മാതാവ്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഉച്ചയോടെ പുഷ്പ സമീപത്തെ വീട്ടിൽ വിളിച്ച് സനിക വീട്ടിലുണ്ടോ എന്ന് തിരക്കിയതായും ആ സമയം വീട് അടച്ചിട്ടിരുന്നതായും അയൽവാസികൾ പറയുന്നു. പിന്നീട് പുഷ്പ എത്തി വീട് തുറന്നപ്പോഴാണ് സനികയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് സനിക സുഹൃത്തിനൊപ്പം ബൈക്കിലാണ് വീട്ടിലെത്തിയതെന്നും മരണത്തിൽ ദുരൂഹത ഉള്ളതായും നാട്ടുകാർ ആരോപിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ മുൻവശം രണ്ടുപേര് ഒരു കാൽ ഷീറ്റ് പേപ്പറിനകത്ത് എന്തോ എഴുതി എഴുതിയ പേപ്പർ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ കയറി ഈ ബോഡിയും കണ്ടതിന് ശേഷം താഴെ ഇറങ്ങിപ്പോയപ്പോൾ ഈ രണ്ടുപേരും അടുത്തൊരു അന്ത്യാപ്പീസിലൊരു പെണ്ണിനായി എഴുത്തെഴുതിയേക്കുന്നത്. അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കത്ത് കൊണ്ടുപോയി അവിടെ കൊടുക്കും. ഈ അന്ത്യാപ്പീസിലെ പെണ്ണ് ഈ സംഭവം വന്ന് കാണുകയും ഈ കത്ത് ആ പെണ്ണ് എടുത്ത് വായിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി. ഈ കത്ത് വീണ്ടും ഇവർ രണ്ടുപേരും എടുത്തുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾക്ക് സംശയം വന്നിട്ട് ഞങ്ങൾ അത് കംപ്ലയിൻറ്റ് ചെയ്തു, പോലീസിൽ പറഞ്ഞു. പോലീസുകാരൊന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവർക്ക് ഒളിപ്പിക്കാൻ വയ്യാതെ ഈ കത്ത് കൊടുത്തു. ആ കത്ത് പോലീസുകാർ കയ്യിരിക്കുക. അവർ പറഞ്ഞ് ഇതിനകത്ത് കാര്യമൊന്നുമില്ല, എസ് ഐയെ കാണിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പോലീസുകാരൻ്റെ കത്തിൽ പോകുന്നു. ഏതാണ്ട് 8 വർഷത്തിന് മുമ്പ് ഈ 2 പിള്ളേരെയും ഈ തന്തയും കൂടി ഒറ്റ തുണിയിൽ തൂങ്ങിയതാണ്. ഈ 2 പിള്ളേരുടെയും കെട്ടഴിഞ്ഞ് ആ പിള്ളേർ 2 രക്ഷപ്പെട്ടു. ഈ തന്ത അന്ന് തൂങ്ങി മരിച്ചു. ഇതിന്റെ കാരണം എന്ത് എന്ന് അന്ന് ഞങ്ങൾക്കറിയാം. അന്ന് ഞങ്ങളൊക്കെ അവരോട് നല്ല സഹകരണമായിരുന്നു. ശേഷം അവരെ വീട്ടിൽ പല ആളുകളും പല ഭാഗത്തുനിന്ന് വരികയും ഈ പിള്ളേരെയൊക്കെ പല ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. കാണാതെ വന്നിട്ടുണ്ട്, ഒളിവിൽ പോയിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. കുന്നിക്കോട് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് കേസുണ്ടായി. പിന്നെ പോലീസുകാരെ മധ്യസ്ഥ വീണ്ടും അവർ അങ്ങനെ താമസിച്ചു വരികയും ശേഷം ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ ഈ പെണ്ണിനെ ഒരു ബൈക്കിൽ കൊണ്ടുവന്ന് ഇവിടെ വിട്ടെന്നും ഈ പെണ്ണ് തിരിച്ച് ഈ വീട്ടിൽ കയറി തള്ള അടുത്ത കുന്നിക്കോട്ടൊരു കടയിൽ ഈ ഒരു സെയിൽസിന് നിൽക്കുക. അവിടെ നിന്ന് ഈ തള്ള വിളിച്ച് അടുത്ത വീട്ടിൽ ആരോട് വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് കതവൊക്കെ അടച്ചിട്ടേക്കുക, ഇവിടെ ആരും കാണുന്നില്ലെന്ന്. തള്ളയ്ക്ക് സംശയം വന്ന് തുറന്നു നോക്കിയപ്പോൾ ആൾ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ തൂങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഈ പെണ്ണിന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും, തയ്യൽ മെഷീൻ ഇരിപ്പുണ്ട്, ഡെസ്ക് ഇരിപ്പുണ്ട്, കസേര ഇരിപ്പുണ്ട്, ഇതിലൊക്കെ പിടിച്ച് നിൽക്കാവുന്നതാണ്. മരിക്കാൻ അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും നിലവിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എല്ലാ രീതിയിലും സജീവമായിട്ട് പിന്നെ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സഹകരണവും നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തിലെ ആളാണ്. ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഏതായാലും നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഏകദേശം മരണത്തിലേക്ക് വരേണ്ട തരത്തിലുള്ളൊരു കാര്യമൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് നാട്ടുകാർക്കോ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്കോ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. രാവിലെയോ പോയിട്ട് തിരിച്ച് ബൈക്കിനകത്ത് വന്നതായിട്ടും നാട്ടുകാർ പറയുന്നുണ്ട്, കണ്ടവരുണ്ട്. അതിനുശേഷം ഈ വളരെ കുറച്ച് സമയം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് ദുരൂഹത അതിനകത്തുണ്ട്. ഏതായാലും അത് കണ്ടെത്തണം എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിലും ഈ നാട്ടുകാരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലും എനിക്ക് പറയാനുള്ളത്. കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.